കണ്ണൂർ മീഡിയ ഏർപ്പെടുത്തിയ മൂന്നാമത് രാമായണ കീർത്തി പുരസ്കാര സമർപ്പണം പ്രൗഢഗംഭീരമായ ചടങ്ങോടെ പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്നു. ആധ്യാത്മിക ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സമാദരണീയായിരിക്കുന്ന ഡോക്ടർ സി വി രവീന്ദ്രനാഥിന് നിങ്ങളുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ രാമായണ കീർത്തി പുരസ്കാരം ഞാൻ സ്നേഹാദരപുരസ്സരം വിനയവും സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്നേഹപൂർവ്വം വിനയപുരസ്സരം പ്രതീകമായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ അഭിവാദനങ്ങളും ആശംസകളും നൽകുകൊണ്ട് പോകാനുള്ള അനുവാദം നൽകണമെന്ന വിനീതമായ ഒരപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നമസ്കാരം. കണ്ണൂർ മീഡിയയുടെ രാമായണ കീർത്തി പുരസ്കാരത്തിന് അർഹനായത് കണ്ണൂരിലെ വ്യവസായ, വാണിജ്യ, ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായ ഡോക്ടർ സി വി രവീന്ദ്രനാഥാണ്. പുതുതലമുറയ്ക്ക് പഠിക്കാനും മാതൃകയാക്കാനും പറ്റിയ ഒരു മാനേജ്മെന്റ് വിദഗ്ധനായ ഡോക്ടർ രവീന്ദ്രനാഥ് കഠിനാധ്വാനം കൊണ്ട് നേരിന്റെയും നെറിയുടെയും മാർഗത്തിൽ കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. ഡോക്ടർ സി വി രവീന്ദ്രനാഥ് സനാതന ധർമ്മത്തിന് നൽകുന്ന സംഭാവനയെ മുൻനിർത്തിയാണ് കണ്ണൂർ മീഡിയ രാമായണ കീർത്തി പുരസ്കാരം നൽകി ആദരിച്ചത്. കണ്ണൂർ മീഡിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുനിൽ നമ്പ്യാർ പുരസ്കാര ജേതാവിനെ ഷാൾ അണിയിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാരവും പ്രശസ്തി പത്രവും സമ്മാനിച്ചു. ഡോക്ടർ സുമാ സുരേഷ് വർമ്മയുടെ കീർത്തനാലാപനത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർ കമലാക്ഷൻ മാവില അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായിരുന്നു. എല്ലാ മേഖലകളിലും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനവും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് ദാന ചടങ്ങിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും പറ്റാത്തതിലുള്ള സങ്കടം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്തായാലും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇവിടെയുണ്ട്. എത്തിച്ചതിലുള്ള എല്ലാവരും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരിയും ചീമേനി അവധൂതാശ്രമത്തിലെ സ്വാമി സാധു വിനോദും അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചെയ്യരുതാത്തതെന്ത് എന്ന തിരിച്ചറിവുണ്ടാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിനെ നമ്മെ അടിമയാക്കുന്ന നമ്മുടെ മനസ്സിലെ അധർമ്മ ചിന്തകളെ, സ്വാർത്ഥ ചിന്തകളെ, സമുചിത ചിന്തകളെ നമ്മൾ നീക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. ആ സുഹൃതത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഈ ശരീരം ഉണ്ടാകണം കർമ്മം ചെയ്യുമ്പോൾ. ഈ ശരീരം കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. മനസ്സ്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, ഈ ശരീരം കൊണ്ട് കർമ്മം ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഒരു ദിവസം ഒരു നിമിഷം നമുക്ക് ഈ ശരീരം വിട്ട് ഇവിടെ നിന്ന് യാത്രയാകേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അറിയുന്നത് ഈ കീർത്തിയിൽ കൂടിയാണ്, ഈ യശസ്സിൽ കൂടിയാണ്. പിന്നെ നമ്മൾ യശസ് ശരീരനായി മാറുകയാണ്. ആധ്യാത്മിക പ്രഭാഷകനും ഭാഗവതാചാര്യനുമായ PS മോഹനൻ കൊട്ടിയൂർ രാമായണ പ്രഭാഷണം നടത്തി. ഒരു പരാമർശമാണ് രാമൻ വനവാസത്തിന് പോകണമെന്ന വരം കൈകേയി വാങ്ങി. ദശരഥൻ ശയ്യാവലംബിയായി. ദശരഥനെ സഭയിലേക്ക് കാണാത്തതുകൊണ്ട് അന്വേഷിച്ചു ഒരാൾ സുമന്ത്രരെ. അപ്പോൾ സുമന്ത്രരോട് കൈകേയി പറയുന്നു, കൈകേയിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ രാമനെ വരുത്തണം, ദശരഥൻ രാമനോട് കാട്ടിൽ പോകേണ്ട കാര്യം നിർദ്ദേശിക്കണം, തീരുമാനമായി, പക്ഷെ നടപ്പിൽ വരുത്തണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന് രാമൻ വന്നു കിട്ടണം. കുമാരി വൈഗ നമ്പ്യാർ ഗാനാലാപനം നടത്തി.
സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 പേരെ കണ്ണൂർ മീഡിയ ആദരിച്ചു. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സി രഘുനാഥിന് രാമായണ കീർത്തി പുരസ്കാര ജേതാവ് ഡോക്ടർ CV രവീന്ദ്രനാഥ് ഉപഹാരം നൽകി. കണ്ണൂർ കായിക രംഗത്ത് നൽകിയ സംഭാവനയാണ് AP ജയസേനൻ. ഫുട്ബോൾ, ബാഡ്മിന്റൺ, ടഗ് ഓഫ് വാർ, കബഡി, അടിമുറ, ഹാമർ ത്രോ തുടങ്ങി എല്ലാ മേഖലകളിലും ജയസേനന്റെ കയ്യൊപ്പുണ്ട്. AP ജയസേനന് സ്വാമി അമൃത കൃപാനന്ദപുരി ഉപഹാരം നൽകി. എഴുപത്തിയെട്ടാം വയസ്സിലും വൈറലായ പാട്ടുകൾ പാടുന്ന KP ശ്രീധരനെ കണ്ണൂർ മീഡിയ ആദരിച്ചു. ശ്രീധരൻ പാടിയ പാട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ 15 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. KP ശ്രീധരന് ചീമേനി അവധൂതാശ്രമത്തിലെ സ്വാമി സാധു വിനോദ് ഉപഹാരം നൽകി. നർത്തകിയും ഗായികയും അഭിനേത്രിയും കളരിപ്പയറ്റിൽ സംസ്ഥാനതല ജേതാവുമായ വൈഗ നമ്പ്യാർക്ക് സ്വാമി അമൃത കൃപാനന്ദപുരി ഉപഹാരം നൽകി. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചിറക്കൽ കോവിലകത്തെ CK സുരേഷ് വർമ്മ, കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ MD പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റ് മഹേഷ് ചന്ദ്ര ബാലിക, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഷീബ ലിയോൺ, മുൻ തഹസിൽദാർ MD സുരേഷ് ചന്ദ്രബോസ്, T മിലേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദരവ് നേടിയവർ മറുമൊഴി പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ധർമ്മവും കർമ്മവും, രാമൻ ധർമ്മത്തിന്റെയും ശ്രീകൃഷ്ണൻ കർമ്മത്തിന്റെയും ഈ 2 സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സത്യവും ജ്ഞാനവും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവും. അപ്പോൾ ഈ അവാർഡ് കിട്ടിയത് ഈ ശ്രീരാമന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് കഴിഞ്ഞ വർഷം ശങ്കരാചാര്യരുടെ അവാർഡ് തന്ന യൂണിയൻ മിനിസ്റ്റർ, കോവിഡ് ടൈമിൽ വിശ്വകർമ്മ ആചാര്യപട്ടം തന്ന് ചെന്നൈയിൽ നിന്ന് പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീ വി ഗണപതി സ്ഥപതി റിസർച്ച് സെന്റർ. അപ്പോൾ ഇതൊക്കെ കിട്ടേണ്ടിട്ട് നമ്മൾ ധർമ്മവും കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. കണ്ണൂർ മീഡിയ ജനറൽ മാനേജർ EK രമേഷ് ബാബു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.